ഓസ്ട്രേലിയയിലും കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നു. കൂട്ടക്കുടിയേറ്റത്തിനെതിരായി ഓസ്ട്രേലിയയിൽ പ്രതിഷേധം തുടരുന്നു. ഫുഡ് ഓസ്ട്രേലിയ ഫസ്റ്റ് എന്ന ഓർഗനൈസേഷനാണ് ഈ പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കുന്നത്. നവംബർ 29-ന് ഓസ്ട്രേലിയയിൽ വ്യാപകമായി പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയ ഡേ ആയ ജാനുവരി 26-ന് ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട 15ഓളം നഗരങ്ങളിൽ വലിയ പ്രതിഷേധ റാലികൾ മാർച്ച് ഫോർ ഓസ്ട്രേലിയ എന്ന പേരിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ സംഘടിപ്പിച്ച ഇത്തരം പ്രതിഷേധ റാലികൾ വലിയ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചിരുന്നു. കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കുക, ഓസ്ട്രേലിയയിൽ കാലങ്ങളായി പിന്തുടരുന്ന സംസ്കാരവും ഐക്യവും നിലനിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് റാലിയിൽ ഉയരുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഉണ്ടായ വർദ്ധിച്ച കുടിയേറ്റ നിരക്കും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഈ റാലിക്ക് ജനസ്വീകാര്യത ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. അതേസമയം വൈവിധ്യവും സംസ്കാരവും നാടിനെ പരിപോഷിപ്പിക്കും എന്ന ഭരണകക്ഷിയിലെ പ്രധാന നേതാക്കളുടെ അവകാശവാദം. ചില ഓസ്ട്രേലിയൻ നഗരങ്ങളിൽ ഓസ്ട്രേലിയൻ പതാകയെ അപമാനിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയതും നാടിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ലാത്ത പ്രവണതകൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവർ പ്രകടിപ്പിച്ചതും വിദേശ പതാകകൾ വളരെ പ്രാധാന്യത്തോടെ ഓസ്ട്രേലിയൻ വീഥികളിൽ പ്രദർശിപ്പിക്കുന്നതും കാലങ്ങളായി ഇവിടെ അധിവസിക്കുന്ന ജനതയ്ക്കിടയിൽ അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് ആചരിക്കുന്ന ജാനുവരി 26-ന് തന്നെയാണ് ഓസ്ട്രേലിയ അവരുടെ നാഷണൽ ഡേ, ദേശീയ ദിനം ആചരിക്കുന്നത്. ഇത്തരം പ്രതിഷേധങ്ങളെ ചെറുതല്ലാത്ത ആശങ്കയോടെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയവർ കാണുന്നത്. വംശീയമായ ചേരിതിരിവുകൾ, ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാഴ്ചകൾ മറ്റു പല രാജ്യങ്ങളിലും നാം കണ്ടിട്ടുള്ളതാണ്. ഐക്യത്തോട് സഹവസിക്കുന്നതാണ് അതിജീവന പാഠമെന്ന് കാലങ്ങളായി നാം മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്.